കൊല്ലത്ത് എൻ.കെ. പ്രേമചന്ദ്രൻ എം.പിയുടെ ഓഫീസിലേക്ക് ബി.ജെ.പി. നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. ഇതേ തുടർന്ന് ചേർന്ന പ്രതിഷേധ യോഗത്തിൽ ബി.ജെ.പി. നേതാവ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് സംസാരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങൾ. നിർമ്മാണം കൊണ്ട് വഖഫിന്റെ ഭൂമി ഇരട്ടിയായി മാറുന്ന സാഹചര്യം ഉണ്ടായി. എന്താണ് വഖഫ് ഭേദഗതിയുടെ ആവശ്യം? ആ വഖഫ് ഭേദഗതിയുടെ ആവശ്യത്തിൽ ഈ പറയുന്ന എൻ.കെ. പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള കൊല്ലം എം.പിമാർ ഈ നാടിനോട് ചെയ്യുന്ന തെറ്റെന്ത് എന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ ചൂണ്ടിക്കാണിക്കുവാൻ, അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർ വർഗീയവാദികളാണ്, വർഗീയ പ്രീണനം നടത്തുന്നവരാണ് എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ബാധ്യതയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിലാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ ഭേദഗതിക്ക് മുമ്പ് ഇപ്പോൾ കുടികിടപ്പ് അവകാശം അല്ലെങ്കിൽ കൈവശ അവകാശം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന ഒരവകാശമാണ്. ഒരു 12 വർഷത്തിൽ കൂടുതൽ ഏതൊരു പ്രൈവറ്റ് വ്യക്തിയുടെയും ഒരു ഭൂമി നമ്മുടെ കൈവശം ഇരുന്നാൽ അത് നമ്മുടേതായി മാറും. ഇന്ന് ആ നിയമം ഇന്നും നിലവിലുണ്ട്. സർക്കാർ ഭൂമിയുടെ കാര്യം വരുമ്പോൾ അത് 30 വർഷമാണ്. പക്ഷേ ഈ വഖഫ് മാത്രം എടുത്ത് നോക്കിയാൽ, വഖഫ് ആക്ട് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇവിടെ അഡ്വേഴ്സ് പൊസഷൻ അല്ലെങ്കിൽ നമ്മുടെ കൈവശ അവകാശം വഖഫ് ഭൂമികൾക്ക് ബാധകമല്ല. ഈ മുനമ്പം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും മുനമ്പത്തിൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുനമ്പത്തെ ജനത എന്ന് പറയുന്നത് 1902 ഈ ഭൂമി സിദ്ദിഖ് സേട്ട് കൈവശമായി തിരുവിതാംകൂർ രാജകുടുംബം ഈ ഭൂമി കൃഷി ആവശ്യങ്ങൾക്കായി നൽകുമ്പോൾ ഈ പാവപ്പെട്ടവർ അവിടെ ഉണ്ട്. അപ്പോൾ ഇന്ന് മുതൽ എത്ര വർഷമാണ്? 123 വർഷമായി അവിടെയുള്ള ഒരു സമൂഹം. അതിനുശേഷം 1948 സത്താർ സേട്ട് ഈ വസ്തു ഫാറൂഖ് കോളേജിന് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി വിട്ടു നൽകിയപ്പോഴും ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളായ ധീവര സമുദായത്തിൽപ്പെടുന്ന, ഈഴവ സമുദായത്തിൽപ്പെടുന്ന, ക്രൈസ്തവ സമുദായത്തിൽപ്പെടുന്ന ഈ ആളുകൾ അവിടെ തന്നെയുണ്ട്. അവിടെ ഇപ്പോൾ ആ സമരപ്പന്തലിരിക്കുന്ന കാരണവന്മാർ 3ാമത്തെ തലമുറയാണ്. ചെറുപ്പക്കാരെന്ന് പറയുന്ന അവിടെ ജീവിക്കുന്ന 4ാമത്തെ തലമുറയാണ്. ശരിക്കും അവിടെ ജനിച്ചു വീണ മണ്ണിന് വേണ്ടിയാണ് അവർ പോരാട്ടം നടത്തുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ജനിച്ചു വീണ മണ്ണ് ഈ ഫാറൂഖ് കോളേജിന് കൊടുത്തതിൻ്റെ പേരിൽ അവർ 67 മുതൽ 71 വരെയുള്ള കാലഘട്ടത്തിൽ 71 അവർക്കെതിരായി ഒരു വിധിയുണ്ടായി. അത് ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു. എന്താണ്? ഈ വസ്തു ഫാറൂഖ് കോളേജിൻ്റെയാണ്. അങ്ങനെ ഫാറൂഖ് കോളേജിൻ്റെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവിനെ വിശ്വസിച്ച് അന്ന് നാട്ടുനടപ്പുള്ള വിലയുടെ ഇരട്ടി വില കൊടുത്ത് അവർ ജനിച്ച വസ്തു, വേറെ എവിടുന്നേലും വസ്തു വാങ്ങിക്കുകയല്ല, അവർ ജനിച്ചു വീണ വസ്തു ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വില കൊടുത്ത് വാങ്ങി. 85 മുതൽ 91 വരെയുള്ള കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല, മുമ്പോട്ട് പോകുന്നു. 2007 സച്ചാർ കമ്മിറ്റി വന്നു. സച്ചാർ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ നിസാർ കമ്മിറ്റിയെ ശ്രീ V.S. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് എനിക്ക് തോന്നുന്നു അന്ന് പ്രേമേന്ദ്രൻ സഖാവ് മന്ത്രിയാണ്. ആ മന്ത്രിസഭയിൽ അതിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സമരം വളരെ ആവശ്യമാണ്, ഇദ്ദേഹത്തിന് മുമ്പിൽ സമരം. കാരണം ആ മന്ത്രിസഭയാണ്, ഇദ്ദേഹം ഉൾപ്പെടുന്ന മന്ത്രിസഭയാണ് അന്ന് ഈ നിസാർ കമ്മിറ്റിയെ നിയമിക്കാൻ തീരുമാനമെടുക്കുന്നത്. നിസാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ചില PFI അംഗങ്ങളുടെ പരാതിയിൽ ഈ മുനമ്പം വഖഫ് ഭൂമിയാണെന്ന് രേഖപ്പെടുത്തുണ്ടായി. അതിനുശേഷം വന്ന LDF ഗവൺമെൻറ്റും UDF ഗവൺമെൻറ്റും ഇപ്പോൾ വന്ന പിണറായി ഗവൺമെൻറ്റും ഒന്നും മിണ്ടാതെ മുമ്പോട്ട് പോയി. പക്ഷേ ഇവർ പരാതിയുമായി കോടതിയിലെത്തി. 2019 കരമടയ്ക്കാൻ ചെന്ന മുനമ്പം ജനത കാണുന്നത് അവരുടെ വസ്തു വഖഫ് ബോർഡിൻ്റെതായി പേരിക്കൂട്ടി അവരുടെ പൊസഷനിലായി വഖഫ് ബോർഡ് കരമടച്ചിരിക്കുന്നു. ഒന്ന് നോർത്തുന്നത്, അവർ ജീവിക്കുന്ന വസ്തു, വില കൊടുത്ത് വാങ്ങിയ വസ്തു അവരുടേതായി മാറിയിരിക്കുന്നു. ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ. ഇപ്പോഴുള്ള ആക്ടിൻ്റെ ഏറ്റവും വലിയ ദോഷമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ആ ആക്ടിലുള്ള സെക്ഷൻ 40 ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ വഖഫ് ബോർഡിന് ഈ വസ്തു അവരുടേതാണെന്ന് ബോധ്യപ്പെടാൻ കാരണങ്ങളുണ്ടായാൽ വഖഫ് ബോർഡിന് സ്വയം അത് മാറ്റപ്പെടാം. ഞാനൊരു കാര്യം പറയട്ടെ, ഭരണഘടനയെ ഇവിടെ നമുക്ക് എപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ ഇന്ത്യയുടെ കോൺഗ്രസ് പാർട്ടിയെ ഭരിക്കുന്ന ഒരാങ്ങളെയും പെങ്ങളും ഉണ്ട്, നമുക്കറിയാം, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. എപ്പോഴും കയ്യിലൊരു പുസ്തകമുണ്ട്. എന്താ? ഭരണഘടന. എനിക്ക് ഒറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ, വല്ലപ്പോഴും അതൊന്ന് തുറന്നു നോക്കണം, കൈ പിടിച്ചാൽ പോരാ. ഇത് തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ ഭരണഘടനയുടെ
ഈ ഭരണഘടനയെ അപ്പാടെ ലംഘിച്ചുകൊണ്ട് ഒരു സാധാരണ പൗരന് ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന എല്ലാ അവകാശങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഈ വഖഫ് ഭേദഗതി നിയമം 95-ലും 2013-ലും മൻമോഹൻ സിംഗും അതുപോലെ നരസിംഹ റാവുവും ഈ രാജ്യത്തെ കൊള്ളയടിക്കാൻ വേണ്ടി ചില വിഘടനവാദ സംഘടനകൾക്കും ശക്തികൾക്കും വേണ്ടി എഴുതി കൊടുത്തത്. ഈ വഖഫ് ഒന്നുകൂടെ പറയാം, എന്നെ ശ്രമിക്കുന്ന നല്ലവരായ ഇസ്ലാം സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് എല്ലാ കാലത്തെയും പോലെ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ പൗരത്വ ഭേദഗതി നിയമം വന്നല്ലേ, പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ അതിനെതിരെ തുള്ളിയ ഒരാളാണ് ഞാനും. ഇത് ന്യൂനപക്ഷ വിരുദ്ധമാണ്. ഇത് ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളെ ഈ നാട്ടിൽ നിന്നും നാട് കടത്തുവാൻ വേണ്ടി നരേന്ദ്രമോദി എന്ന ഗുജറാത്തിൽ നിന്നും വന്ന ഭീകരൻ ഈ പാവങ്ങളെ നാട് കടത്താൻ വേണ്ടി ഉണ്ടാക്കിയ നിയമമാണെന്ന് ഞാനും വിശ്വസിച്ചവനാണ്. എത്ര വർഷം കഴിഞ്ഞു? 11 വർഷക്കാലമായില്ലേ നരേന്ദ്രമോദി ഈ രാജ്യം ഭരിക്കുന്നു. ഇവിടെ എന്നെ സേവിക്കുന്ന നല്ലവരായ ഇസ്ലാം സഹോദരങ്ങൾക്ക് 5 നേരം നിസ്കരിക്കാൻ ഈ രാജ്യത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമ്മുടെ കാക്കാൻ ചെയ്ത് ഇതേ ഇരിക്കുന്നു നല്ലൊരു ഇസ്ലാം സഹോദരനാണ്. അദ്ദേഹത്തെ 5 നേരം മാന്യമായി നിസ്കരിക്കുന്നുണ്ട്. ആ നിസ്കരിക്കുന്നത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിലാണ് സുരക്ഷിതമായി. ഒരു കാര്യം കൂടെ തീർത്ത് പറയാം, ലോകത്ത് ഏറ്റവും അധികം ഇസ്ലാം സഹോദരങ്ങളുള്ള രാജ്യം ഏതാണ്? 1 ഇന്തോനേഷ്യ. ലോകത്ത് 2ാം സ്ഥാനത്ത് ഇസ്ലാം സഹോദരങ്ങൾ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന സൗദി അറേബ്യയിലല്ല, ഇന്ത്യ മഹാരാജ്യത്താണ്. അവിടെ മനസ്സിലാക്കേണ്ടത് ലോകത്ത് ഏറ്റവും സുരക്ഷിതരായി ഇതര രാജ്യങ്ങളെടുത്ത് പരിശോധിച്ചാൽ അറിയാം. നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങളൊക്കെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അറിയാം അവിടെയൊക്കെ ഈ സഹോദരങ്ങളുടെ ജീവിതം എങ്ങനെയാണ്. ഒരു കാര്യം തീർത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് ഇസ്ലാം സഹോദരങ്ങൾ ഏറ്റവും സുരക്ഷിതമായി ജീവിക്കുന്ന രാജ്യം നരേന്ദ്രമോദിയുടെ ഭാരതമാണ്. അത് നിങ്ങൾ മറക്കരുത്. ഈ രാജ്യത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇവിടുത്തെ എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാനാണ് ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം അവിടെ ഈ ന്യൂനപക്ഷ ഇപ്പം മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ വഖഫ് ഭേദഗതി വന്ന പോലെ തന്നെ, നമ്മുടെ പൗരത്വ ഭേദഗതി നിയമം വന്ന പോലെ തന്നെ ഈ നിയമവും കേരളത്തിൽ ഒരു ന്യൂനപക്ഷ വിരുദ്ധ നിയമമായി ചിത്രീകരിക്കുവാനുള്ള വലിയ ശ്രമം നടന്നു. പക്ഷേ നമ്മുടെ കൺമുന്നിൽ ഒരു ദൃക്സാക്ഷിയെ പോലെ മുനമ്പം ജ്വലിച്ചു നിന്നു. മുനമ്പം ജനതയുടെ പ്രശ്നം എന്താണെന്ന് കേരളം പഠിച്ചു. കേരളത്തിലെ എല്ലാ വിഭാഗങ്ങളും, അത് NSS ആകട്ടെ, SNDP ആകട്ടെ, ക്രൈസ്തവ സമൂഹമാകട്ടെ, എല്ലാവരും ആ പ്രശ്നം എന്താണെന്ന് പഠിച്ചു. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധിയിൽ നിന്നും എല്ലാവർക്കും ബോധ്യമായി അവിടുത്തെ പ്രശ്നം വഖഫ് ഭേദഗതിയാണ്. ആദ്യം ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കൾ അവിടെ എത്തി പറഞ്ഞു, അവിടുത്തെ MLA ഉൾപ്പെടെ, നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കാം, വളരെ നിസ്സാരമാണ്. കൊല്ലത്ത് MP NK പ്രേമചന്ദ്രൻ്റെ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. ഇതേ തുടർന്നുള്ള പ്രതിഷേധ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു BJP നേതാവ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ്.